വചനവയൽ ഡെയിലി ലൈറ്റ് ഏപ്രിൽ 18. വാഴ്ത്തപ്പെട്ട ജെയിംസ് ഓൾഡോ. 1364 മിലാനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഓൾഡോ സമ്പന്നയായ ഒരു യുവതിയെ വിവാഹം ചെയ്തു. വളരെ ആഡംബരപൂർവ്വം ജീവിതം തുടരവെ അപ്രതീക്ഷിതമായി പടർന്നു പിടിച്ച പ്ലേഗ് മഹാവ്യാധി മൂലം അദ്ദേഹത്തിന് 2 പെൺകുട്ടികൾ മരണമടഞ്ഞു. ആ സംഭവത്തോടെ ഓൾഡോ തൻ്റെ ശിഷ്ടകാലം പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ജീവിതം നയിച്ച് സ്വർഗത്തിൽ നിക്ഷേപമൊരുക്കുവാനും അതുവഴി ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാക്കുവാനും തീരുമാനിച്ചു. അദ്ദേഹവും ഭാര്യയും ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ ചേർന്നു. പഴയ ജീവിതശൈലി ത്യജിച്ച് പരിഹാര ജീവിതം ആരംഭിച്ചു. ഭാര്യയുടെ മരണശേഷം ഓൾഡോ പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ ഭവനം ഒരു ചാപ്പലാക്കി മാറ്റി. അനേകം ഫ്രാൻസിസ്കൻ അൽമായ സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്കായി അവിടെ കടന്നു വന്നു. ഓൾഡോ രോഗികളെയും യുദ്ധത്തിൽ തടവിലാക്കപ്പെടുന്നവരെയും ക്രിസ്തു സ്നേഹത്തിൻ്റെ നിറവിൽ ശുശ്രൂഷിച്ചു. അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്ന രോഗിയിൽ നിന്ന് തന്നെ പകർച്ചവ്യാധി പിടിപെട്ട് 1404 ഓൾഡോ മരണമടഞ്ഞു. 1333 വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്തു. വാഴ്ത്തപ്പെട്ട ജെയിംസ് ഓൾഡോ തൻ്റെ ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിയ വചനം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. വാഴ്ത്തപ്പെട്ട ഓൾഡോയുടെ ജീവിതം പകർന്നു തരുന്ന ചിന്ത ഇതാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാട് ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ബോധ്യം നൽകാറുണ്ട്. ഓൾഡോ ചെയ്തതും അതുതന്നെയാണ്. ആഡംബരം വെടിഞ്ഞ് ശേഷിച്ച ജീവിതം മുഴുവൻ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. നമ്മുടെ ആയുസ് ചുരുങ്ങിയ നാളേ ഉള്ളൂ. അത് ബുദ്ധിപൂർവമായോ അല്ലാതെയോ ചിലവഴിക്കാം. തീരുമാനം എൻ്റേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗത്തിലേക്ക് കണ്ണും നട്ട് ഈ ഭൂമിയിൽ നടക്കുവാനും നിന്റെ രാജ്യം ഇവിടെ പടുത്തുയർത്തുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.